കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കഥാചന മാ കർമ്മഫലഹേതുർഭൂ മാ തേ സംഗോസ്ത്വകർമ്മണി. ശങ്കരഭാഷ്യം തവച കർമ്മണി. നിനക്കാണെങ്കിലോ, നേരത്തെ പറഞ്ഞത് ജ്ഞാനിയായ ത്യാഗിയായ സന്യാസിയുടെ കാര്യമാണ് പറഞ്ഞത്. അവർക്ക് ഈ കർമ്മങ്ങളെയൊന്നും ആശ്രയിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. നിനക്കാണെങ്കിലോ ഭാഷ്യകാരൻ പറയുന്നു കർമ്മണ്യേവ അധികാരഃ ന ജ്ഞാനനിഷ്ഠായ തേ തവ. തേ എന്ന് പറഞ്ഞാൽ തവ കർമ്മണ്യേവ അധികാരഃ. കർമ്മത്തിൽ ഏവ എന്ന് പറഞ്ഞാൽ മാത്രമാണ്, കർമ്മത്തിൽ തന്നെയാണ് നിനക്ക് അധികാരം. അത് ഏവ ശബ്ദം എന്തിന് ഇവിടെ പ്രയോഗിച്ചു? വിവച്ഛേദിക്കുന്നതിന്, മറ്റുള്ളതിൽ നിന്നാണ് വേർതിരിച്ച് കാണിക്കുന്നതിന്. അപ്പോൾ ഏവ എന്ന് പറയുമ്പോൾ മറ്റെന്തിലോ അധികാരമില്ലെന്ന് വരുന്നു. ഏതിന്? ജ്ഞാനനിഷ്ഠായ. ജ്ഞാനനിഷ്ഠയിൽ നിനക്ക് അധികാരമില്ല. ഇവിടെ ജ്ഞാനനിഷ്ഠയെന്ന് പറയുമ്പോൾ ഇവിടെ ഭാഷ്യകാരൻ ഉദ്ദേശിക്കുന്നത് കർമ്മത്യാഗപൂർവകമായ ജ്ഞാനനിഷ്ഠ. അതിൽ നിനക്ക് അധികാരമില്ല എന്നാണ്. അപ്പോൾ ഇവിടെ അർജുനൻ എന്റെ കർമ്മത്യാഗത്തെ ശരിയല്ല എന്ന് ബോധിപ്പിക്കുകയാണ് ഇവിടെ പറയുന്നത്. കർമ്മത്തിലാണ് നിനക്ക് അധികാരം എന്ന് പറയുന്നുണ്ട്. ഇവിടെ അധികാരം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? യോഗ്യത, അതാണ് അധികാരം. കർമ്മം അനുഷ്ഠിക്കുന്നതിനാണ് നിനക്കിപ്പോൾ യോഗ്യതയുള്ളത് എന്നാണ്. അധികാരം എന്ന് പറഞ്ഞാൽ യോഗ്യത എന്നാണ്. എന്താണ് ഇവിടുത്തെ യോഗ്യത എന്ന് പറയുന്നത്? വർണ്ണധർമ്മം അനുസരിച്ച് പറയുകയാണെങ്കിൽ ക്ഷത്രിയനാണ്. ക്ഷത്രിയന്റെ ധർമ്മം സ്വധർമ്മം, അത് യുദ്ധമാണ്. അത് പ്രാപ്തമായിരിക്കുന്നു. നിനക്കത് ചെയ്യുന്നതിനേ യോഗ്യതയുള്ളൂ. മറിച്ച് കർമ്മത്യാഗപൂർവമായ സന്യാസത്തിന്, ജ്ഞാനനിഷ്ഠയ്ക്ക് നീ അധികാരിയല്ല. ഗുണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പറയുകയാണെങ്കിലോ രജോ ഗുണമാണ്, രജോ ഗുണപ്രധാനിയാണ്. സത്വഗുണം ഇല്ല എന്നതിനർത്ഥമില്ല, പക്ഷെ രജോ ഗുണപ്രധാനിയാണ്. രജോ ഗുണപ്രധാനിയായിരിക്കുന്ന ഒരുവന് അധികാരം കർമ്മത്തിൽ തന്നെയാണ്. യോഗ്യത അതിലാണ്, അല്ലാതെ ജ്ഞാനനിഷ്ഠയിലല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. എന്താണ്? തത്രജ കർമ്മകുർവതോ അടുത്ത് പറയുന്നു മാ ഫലേഷു അധികാരോ അസ്തു മാ ഫലേഷു കഥാചന. കർമ്മം അനുഷ്ഠിക്കുന്നതിനാണ് യോഗ്യത എന്ന് പറയുമ്പോൾ അവിടെ പറയുന്നു കർമ്മ കുർവതോ മാ ഫലേഷു അധികാരോ അസ്തു. ഫലത്തിൽ നിനക്ക് അധികാരമില്ല എന്നാണ്. അധികാരം, യോഗ്യത, ഒരുവൻ യോഗ്യത ഉണ്ടാകുന്നതിന് കാരണമായിരിക്കുന്നത് സ്വാതന്ത്ര്യമാണ്. അതായത് കർമ്മം അനുഷ്ഠിക്കുന്ന ഒരുവന് ആ കർമ്മത്തിൽ സ്വാതന്ത്ര്യമുണ്ട്, ഫലത്തിൽ ആ സ്വാതന്ത്ര്യമില്ല എന്നാണ്. അധികാരം എന്ന് പറഞ്ഞാൽ യോഗ്യത, ആ യോഗ്യതയ്ക്ക് കാരണമായി വരുന്ന ഏറ്റവും മുഖ്യമായിരിക്കുന്ന എന്താണ്? സ്വാതന്ത്ര്യമാണ്. അപ്പോൾ കർമ്മ യോഗിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്, സാധാരണ കർമ്മിയെക്കുറിച്ചല്ല. അപ്പോൾ കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം കർമ്മത്തിൽ അയാൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, അല്ലെങ്കിൽ കർമ്മത്തിൽ അയാൾക്ക് നിയന്ത്രണമുണ്ട്. പക്ഷെ കർമ്മഫലത്തിൽ അത് ലേശമില്ല. അതായത് ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം
കർമ്മം, നമ്മളത് ബ്രഹ്മസൂത്രത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കർമ്മം എന്ന് പറയുന്നത് കർത്തൃതന്ത്രമാണ്. ചെയ്യുന്നവന് അധീനമാണ് കർമ്മം മുഖ്യമായിട്ട്. ആ കർമ്മത്തെ ഒരാൾക്ക് ചെയ്യാം, ചെയ്യാതിരിക്കാം, നേരെ ചെയ്യാം, മറിച്ച് ചെയ്യാം, പൂർത്തിയാക്കാം, പൂർത്തിയാക്കാതിരിക്കാം. ഇത്തരത്തിലൊക്കെയുള്ള സ്വാതന്ത്ര്യങ്ങൾ കർമ്മം ചെയ്യുന്നവനുണ്ട്. കർമ്മം ചെയ്യുന്നവനാണ് കർത്താവ് എന്ന് പറയുന്നത്. അത് കർമ്മത്തിന്റെ ഒരു സവിശേഷതയാണ്. പക്ഷെ ഫലത്തിൽ അയാൾക്ക് സ്വാതന്ത്ര്യമില്ല. ആ കർമ്മം ഉണ്ടാക്കുന്ന നാനാതരത്തിലുള്ള ഫലം. ഒരു കർമ്മം അനേക ഫലത്തെ ഉണ്ടാക്കുന്നു. ആ അനേക ഫലങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഒന്നിനും തന്നെ ആ കർമ്മം ചെയ്യുന്നവന് സ്വാതന്ത്ര്യമില്ല. എന്തുകൊണ്ടാണ്? കർമ്മവും ഫലവും തമ്മിലുള്ള ബന്ധം അത് പലപ്പോഴും ഈ കർത്താവിന് അജ്ഞാതമായിരിക്കും. കർമ്മം ഫലത്തെ ഉണ്ടാക്കുമെന്നറിഞ്ഞാലും ഒരു കർമ്മം ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് ഫലത്തെ ഉണ്ടാക്കുന്നതെന്ന് പലപ്പോഴും നിർണ്ണയിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് കർമ്മത്തിൽ ഉള്ള സ്വാതന്ത്ര്യം അയാൾക്ക് ഫലത്തിലില്ല. എന്തുകൊണ്ട്? കർമ്മത്തെയും ഫലത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു നിയമമുണ്ട്. ആ നിയമം ജീവസൃഷ്ടമല്ല, ജീവനുണ്ടാക്കുന്നതല്ല. പക്ഷെ കർമ്മം എന്ന് പറയുന്നത് ജീവസൃഷ്ടമാണ്, ജീവൻ ചെയ്യുന്നതാണ് കർമ്മം. ശരീരവാക് മനസ്സുകളെ കൊണ്ടൊരു ജീവൻ ചെയ്യുന്നതാണ്. പക്ഷെ ഫലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കർമ്മവും ഫലവും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ കർമ്മവും ഫലവും തമ്മിലുള്ള ആ നിയമം, അത് ജീവസൃഷ്ടമല്ല, ഈശ്വരസൃഷ്ടമാണ്. അതുകൊണ്ട് കർമ്മത്തിലുള്ള സ്വാതന്ത്ര്യം ഫലത്തില്ല. ഉദാഹരണം സാധാരണ പറയുന്നു, ശാസ്ത്രകാരന്മാർ പറയുന്നു, ഉദാഹരണം പാകം തന്നെ. പാകം ചെയ്യുന്നതിന് പാകകർത്താവിന് സ്വാതന്ത്ര്യമുണ്ട്. എന്നുവെച്ചാൽ പാകം ചെയ്യുന്നവന് പാകകർത്താവെന്ന് പറയും. അയാൾ എന്ത് ചെയ്യുന്നു? വിറവ് കൊണ്ടുവരുന്നു, തീ കത്തിക്കുന്നു, പാത്രം അടുപ്പത്ത് വയ്ക്കുന്നു, വെള്ളം തിളപ്പിക്കുന്നു, അരിയിടുന്നു, എല്ലാം ചെയ്യുന്നു. ഇത്തരം കാര്യങ്ങൾ അയാൾക്ക് ചെയ്യാം, ഇച്ഛയ്ക്കനുസരിച്ച്, സ്വന്തം അറിവിനനുസരിച്ച് ചെയ്യാം, ചെയ്യാതിരിക്കാം. അതിനയാൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതിനുള്ള ശക്തിയും ബുദ്ധിയും എല്ലാം ആ ജീവനിൽ ഇരിപ്പുണ്ട്. പക്ഷെ പാകം നടന്നു കഴിഞ്ഞാൽ അത് പിന്നീട് അന്നമായി തീരുന്ന ഒരു പ്രക്രിയയുണ്ട്. ആ പ്രക്രിയ എന്ന് പറയുന്നത് പാകകർത്താവിലല്ല നടക്കുന്നത്, മറിച്ച് കർമ്മത്തിലാണ് നടക്കുന്നത്. പാകത്തിന് കർമ്മമായിരിക്കുന്ന അരിയിലാണ് നടക്കുന്നത്. അത് അന്നമായി തീരുക എന്ന് പറയുന്നു. അതിൽ യാതൊരു സ്വാതന്ത്ര്യമില്ല. അപ്പോൾ അരിയെ അന്നമാക്കി മാറ്റുന്ന ഒരു പ്രവർത്തനം, ആ കർമ്മം, അതിനുള്ള നിയമങ്ങൾ, അതെന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു, എങ്ങനെ സംഭവിക്കുന്നു, അത്തരം കാര്യങ്ങളിൽ ആ നിയമങ്ങളിൽ ജീവന് യാതൊരു സ്വാതന്ത്ര്യമില്ല. അത് നമ്മളെന്ത് പറയും? അത് സഹജമായി സംഭവിക്കുന്നു. ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അരിച്ചോറായി മാറും. രണ്ടു തരത്തിലാണ് ഈ കർമ്മത്തിന്റെ ഫലം വരുന്നത്. ഒന്ന് ലൗകികമായ ഫലങ്ങളും മറ്റൊന്ന് അലൗകികമായ ഫലങ്ങളും. ലൗകികമായ ഫലമാണ് ഈ കാണുന്നത്. നമ്മൾ പാകം ചെയ്യുന്നു, അന്നം ഉണ്ടാകുന്നു. അലൗകികമായ ഫലങ്ങൾ ഉണ്ടാകുന്നത് ലൗകികമായ കർമ്മങ്ങളിലും അലൗകിക ഫലം ഉണ്ടാകും. അലൗകികമായ കർമ്മങ്ങൾക്ക് അലൗകികമായ ഫലമേ ഉണ്ടാകത്തുള്ളൂ. ലൗകിക കർമ്മത്തിന് ഉദാഹരണമാണ് പാകം. അലൗകിക കർമ്മത്തിന് ഉദാഹരണമാണ് യാഗവും മറ്റും. അതിന് അലൗകികം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അത് വേദത്തിൽ കൂടെ അല്ലാതെ അത് സിദ്ധമല്ല. അത്തരം കർമ്മങ്ങൾ, ആ കർമ്മത്തെക്കുറിച്ച് നമുക്ക് അറിയാൻ വേറെ ഉപായങ്ങളില്ല. അതിന്റെ ഫലവും ഈ ലോകത്ത് ലഭിക്കുന്നതല്ല. പല ഫലങ്ങളും സ്വർഗം ഇവിടെ കിട്ടുന്നില്ല. അപ്പം അത് അലൗകികമായ കർമ്മങ്ങൾ. അങ്ങനെ രണ്ടു തരത്തിലാണ് കർമ്മങ്ങളെ ഇവിടെ വിഭജിച്ചിരിക്കുന്നത്, വൈദികമായ വ്യവസ്ഥയിൽ. അപ്പോൾ ഈ ലൗകികമായ കർമ്മങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വിശേഷത എന്താണ്? അതിന്റെ ഫലം പ്രത്യക്ഷ സിദ്ധമാണ്. ഫലത്തെ സംബന്ധിച്ചുള്ള നിയമങ്ങൾ നമ്മുടെ അധീനത്തിലല്ലെങ്കിലും, ഫലം നമ്മുടെ അധീനത്തിലല്ലെങ്കിലും ഫലം പ്രത്യക്ഷ സിദ്ധമാണ്. കർമ്മത്തിന് ഒരു ഫലം ഉണ്ടാകുന്നു, അന്നം ഉണ്ടാകുക എന്ന് പറയുന്നു.
അത് ആ ഫലം അനുകൂലമായും വരാം, പ്രതികൂലമായും വരാം. പാകം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഫലം, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫലം അന്യരൂപത്തിലുള്ളതാണ്. പക്ഷെ ഫലം ചിലപ്പോൾ അന്യരൂപത്തിൽ തന്നെ ഫലം ഉണ്ടാവണമെന്നില്ല. അത് വെന്ത് നശിച്ചു പോകാം, അന്നമാകാതിരിക്കാം, മറ്റെന്തെങ്കിലും ദോഷങ്ങൾ അതിന് സംഭവിക്കാം. ചിലപ്പോൾ പാകം ചെയ്തു അത് അന്നമായില്ലെന്ന് വരാം, കാരണം പാകം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല, വിഘ്നങ്ങൾ വന്നു, പലതരത്തിൽ സംഭവിക്കാം. എന്തായാലും അവിടെ ഫലം എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള ഫലമായാലും അത് പ്രത്യക്ഷ സിദ്ധമാണ്. പ്രത്യക്ഷ സിദ്ധം എന്ന് പറയുമ്പോൾ പാകകർത്താവിന് ആ വർത്തമാന ജന്മത്തിൽ തന്നെ അത് പ്രത്യക്ഷ സിദ്ധമാണ്. പക്ഷെ അലൗകിക കർമ്മങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവിടെ പറയുന്ന പല ഫലങ്ങളും പ്രത്യക്ഷ സിദ്ധമല്ല. ഇനി അവിടെ പശു, പുത്രൻ തുടങ്ങിയ ഫലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. മഴ പെയ്യുന്നതിന് വേണ്ടി യാഗം ചെയ്യുന്നുണ്ട്. പക്ഷെ അത്തരം ഫലങ്ങൾ പോലും പ്രത്യക്ഷ സിദ്ധമല്ല. എന്തുകൊണ്ട്? യാഗം ചെയ്തു മഴ പെയ്തു. പക്ഷെ യാഗകർത്താവിന് നിർണ്ണയിക്കാൻ കഴിയുന്നില്ല ഈ യാഗം കൊണ്ടാണോ മഴ പെയ്തത്, അതോ സാധാരണ മഴ പെയ്യുന്ന പോലെ പെയ്തു. അത് നിർണ്ണയിക്കാൻ പറ്റത്തില്ല. യാഗം പെയ്തില്ലെങ്കിലും ചിലപ്പോൾ മഴ പെയ്യാം. യാഗവും മഴയുമായിട്ടുള്ള ബന്ധത്തെ ലൗകിക ബുദ്ധി കൊണ്ട് നിർണ്ണയിക്കാൻ വയ്യ. പക്ഷെ വേദം പ്രമാണമാണ്. വേദം പറയുന്നു യാഗം ചെയ്തു കഴിഞ്ഞാൽ മഴ പെയ്യുന്നു. അതുകൊണ്ട് അയാൾക്ക് വിശ്വസിക്കാം ഈ ഉണ്ടായ മഴ യാഗത്തിന്റെ ഫലമാണ്. അപ്പോൾ കർമ്മവും ഫലവുമായിട്ടുള്ള ബന്ധവും അലൗകിക കർമ്മങ്ങളിൽ നിർണ്ണയിക്കാൻ പറ്റുന്നില്ല, കർമ്മഫലവും നിർണ്ണയിക്കാൻ പറ്റുന്നില്ല. അത് രണ്ട് കർമ്മങ്ങളും തമ്മിലുള്ള വ്യത്യാസമാണ്. കർമ്മയോഗത്തിന്റെ പ്രകടനത്തിൽ ഈ രണ്ടു തരത്തിലുള്ള കർമ്മങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യും. അപ്പോൾ രണ്ടു തരത്തിലുള്ള കർമ്മങ്ങളെ സംബന്ധിച്ചായാലും ഇവിടെ പറയുന്ന ഒരു നിയമമാണ്. എന്താണ്? ഒരുവന് കർമ്മത്തിൽ മാത്രമേ യോഗ്യതയും സ്വാതന്ത്ര്യവുമുള്ളൂ. അതാണ് അധികാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കർമ്മഫലത്തിൽ അതില്ല എന്നാണ്. അപ്പോൾ കർമ്മയോഗി കർമാനുഷ്ഠാന വേളയിൽ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രഥമമായ തത്വമാണ് ഇവിടെ പറയുന്നത്. ഒരു കർമ്മഫലം ഒരാൾക്ക് ഉണ്ടാക്കാവുന്ന ദ്വന്ദ്വാനുഭവങ്ങൾ, സുഖദുഃഖാദി അനുഭവങ്ങൾ, മാനാപമാനാദി അനുഭവങ്ങൾ, ഈ അനുഭവങ്ങളിലെല്ലാം ഒരാൾക്ക് സമത്വത്തെ, അടുത്ത് പറയുന്നുണ്ടോ സമത്വം യോഗോചിതി എന്ന് പറയും. ആ സമത്വത്തെ ഒരാൾക്ക് കർമ്മയോഗം അനുഷ്ഠിക്കുമ്പോൾ നിലനിർത്തണമെങ്കിൽ ഈ കർമ്മത്തിന്റെ തത്വത്തെ മനസ്സിലാക്കിയിരിക്കും. കർമ്മ തത്വത്തെ മനസ്സിലാക്കാതെ ഒരാൾ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ആ കർമ്മത്തിൽ യോഗം കാണത്തില്ല. കർമ്മതത്വത്തെ ഏതെങ്കിലും തരത്തിൽ മനസ്സിലാക്കിയിരിക്കണം, എന്നാലേ കർമ്മയോഗമാകത്തുള്ളൂ. അതുകൊണ്ടിവിടെ പറയും ബുദ്ധിയുക്തോ ജഹാദീഹ, ബുദ്ധിയുക്തനായി കർമ്മം ചെയ്യണം. എന്നുവെച്ചാൽ കർമ്മത്തിന്റെ തത്വം മനസ്സിലാക്കിയിട്ട് കർമ്മം ചെയ്തു കഴിഞ്ഞാലേ അത് കർമ്മയോഗമാകത്തുള്ളൂ. അപ്പോൾ കർമ്മത്തിന്റെ തത്വത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇതാണ്. അതായത് മനസ്സിന് സമത്വം ഒരാൾ എങ്ങനെയാണ് ആർജിക്കുന്നത്, അതിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒന്നാണ് കർമ്മത്തിൽ മാത്രമേ സ്വാതന്ത്ര്യമുള്ളൂ, ഫലത്തിൽ സ്വാതന്ത്ര്യമില്ല എന്നുള്ള അറിവ്. ഫലം കർമ്മിക്ക് അധീനമല്ല. അത് ജീവന് അജ്ഞാതമായിരിക്കുന്ന കർമ്മനിയമങ്ങൾക്ക് അധീനമാണ്. അത് ഏത് തരത്തിലുള്ള ഫലമായാലും ശരി, അത് മുഖ്യഫലമായിക്കൊള്ളട്ടെ അവാന്തര ഫലങ്ങളായിക്കൊള്ളട്ടെ, ഏത് ഫലമായാലും ശരി, അത് ഈശ്വരീയമായ നിയമത്തിന്. അതുകൊണ്ടാണ് പറയുന്നത് ഗഹന കർമ്മണോ ഗതി. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം പറയും കർമ്മഗതി. അതായത് കർമ്മം ഏതെല്ലാം തരത്തിൽ പ്രവർത്തിക്കും, കർമ്മം ഏതെല്ലാം തരത്തിൽ ഫലത്തെ ഉണ്ടാക്കുന്നു, ഏത് കർമ്മത്തിന് എന്താണ് ഫലമായി വരുന്നത്, താനിന്ന് അനുഭവിക്കുന്ന ഫലം ഏത് കർമ്മത്തിന്റെ ഫലമാണ്. ഇത്തരം കാര്യങ്ങളൊന്നും ഒരുവന് അവന്റെ ബുദ്ധിക്ക് പിടികിട്ടുന്നില്ല. ആ കർമ്മ നിയമങ്ങൾ അജ്ഞേയമാണ്. അതുകൊണ്ട് കർമ്മതത്വത്തെ മനസ്സിലാക്കി കർമ്മം ചെയ്യുക. കർമ്മണ്യവ അധികാര, കർമ്മത്തിലാണ് നിനക്ക് സ്വാതന്ത്ര്യം, ഫലത്തിൽ സ്വാതന്ത്ര്യമില്ല.
അങ്ങനെ പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് മനസ്സിന്റെ സമത്വം എങ്ങനെ വരുന്നു? അപ്പോൾ കർമ്മഫലത്തെക്കുറിച്ച് അയാളുടെ മനസ്സ് നിസ്സംഗമായിരിക്കും. കാരണം കർമ്മത്തിന്റെ സ്വഭാവം എന്താണ്? അത് അവശ്യം ഫലത്തെ ഉണ്ടാക്കും. അതായത് ഒരു കർമ്മം പൂർണ്ണമായി അനുഷ്ഠിക്കപ്പെട്ടാൽ, ഒരു കർമ്മം പൂർണ്ണമായ രീതിയിൽ, വൈദിക കർമ്മങ്ങളെക്കുറിച്ച് പറയും സാംഗമായി അതിന്റെ അംഗങ്ങളോടുകൂടി ശരിയായ രീതിയിൽ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായും ഫലത്തെ ഉണ്ടാക്കും. ലൗകിക കർമ്മത്തെ സംബന്ധിച്ചും എന്താണ്? അത് ഫലത്തെ ഉണ്ടാക്കും. അതിന് വിഘ്നങ്ങളും മറ്റും വരാതെ കർമ്മം പൂർത്തിയാക്കിയാൽ. അപ്പോൾ അത് കർമ്മത്തിന്റെ നിയമത്തെപ്പെടുന്ന ഒരു കാര്യമാണ്. കർമ്മത്തിന്റെ ഫലത്തിൽ സ്വാതന്ത്ര്യമില്ലെങ്കിലും ഫലം അവശ്യം ഭാവിയാണ്. കർമ്മം പൂർണ്ണമായി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അത് സംഭവിച്ചതിന് തീരും. അതുകൊണ്ട് ഈ കർമ്മതത്വത്തെ മനസ്സിലാക്കിയിരിക്കുന്ന ആള് കർമ്മത്തിന്റെ ഫലത്തെ ആഗ്രഹിക്കുന്നില്ല. ഈ കർമ്മഫലത്തെ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നത് വളരെ താത്വികമായൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ കർമ്മം ഫലത്തെ നൽകുന്നതിന് ഒരു കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം, ഈ പറയുന്ന കാര്യങ്ങൾ കർമ്മിയെ സംബന്ധിച്ചല്ല, കർമ്മയോഗിയെ സംബന്ധിച്ചാണ്. ഒരു കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം ഒരു കർമ്മം ഫലത്തെ കൊടുക്കുന്നതിന് അയാൾ അത് ഫലത്തെ ആഗ്രഹിക്കേണ്ട കാര്യമില്ല. കാരണം കർമ്മം അവശ്യം ഫലത്തെ കൊടുക്കുന്നതാണ്. ഇത് ലൗകിക കർമ്മങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് ഈ നിയമത്തിന് യാതൊരു മാറ്റമില്ല. അതേസമയം അലൗകിക കർമ്മങ്ങൾക്ക് മാറ്റമുണ്ട്. നമ്മൾ സാധാരണ അനുഷ്ഠിക്കുന്ന ലൗകിക കർമ്മങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഒരു കർമ്മം ചെയ്യുമ്പോൾ ഫലത്തെക്കുറിച്ച് നമ്മൾ ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല. ഫലതൃഷ്ണ അതിന്റെ ആവശ്യമില്ല. ഫലതൃഷ്ണ കൂടാതെ തന്നെ ആ കർമ്മം ഫലത്തെ നൽകും. ഉദാഹരണം പാകം തന്നെ എടുക്കാം. പാകം ചെയ്യുമ്പോൾ പാകം ചെയ്യുന്നയാൾ ഇത് അന്നമായി മാറണം എന്ന് ആഗ്രഹിക്കേണ്ട കാര്യമില്ല. അയാൾക്ക് ആ ഫലത്തെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തൃഷ്ണയുടെ ആവശ്യമില്ല. ദുരാഗ്രഹം, അത്യാഗ്രഹം വേണ്ട. ഒരു തരത്തിലുള്ള ആഗ്രഹവും വേണ്ട. ഒരു തരത്തിലുള്ള ആഗ്രഹവും പുലർത്താതെ അയാൾക്ക് ആ പാകം ചെയ്യാം. എന്തുകൊണ്ട്? ഫലം ആവശ്യമുണ്ടാകും. അപ്പോൾ ചോദ്യം വരും, അങ്ങനെ ഒരു ഫലത്തെക്കുറിച്ചുള്ള ആഗ്രഹമില്ലാതെ വിശക്കുന്നവനാണ് അന്നം പാകം ചെയ്യുന്നത്. അപ്പോൾ ഫലത്തെക്കുറിച്ച് ആഗ്രഹമില്ലാതെ അയാളെങ്ങനെ പിന്നെ കർമ്മം ചെയ്യും? സാധാരണഗതിയിൽ ഫല ആഗ്രഹം കൂടാതെ കർമ്മം ചെയ്യാൻ പറ്റത്തില്ല. അത് കേവല കർമ്മികളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഒരു കർമ്മ യോഗിയെ സംബന്ധിച്ചിടത്തോളം ഫലത്തെക്കുറിച്ചുള്ള ആഗ്രഹം വേണ്ട, മറിച്ച് ഫലത്തെക്കുറിച്ചുള്ള ബോധം മതി കർമ്മം ചെയ്യുന്നതിന്. ഫലത്തെക്കുറിച്ചുള്ള ബോധം വേറെ, ഫലത്തെക്കുറിച്ചുള്ള ആഗ്രഹം വേറെ. ആ കർമ്മയോഗി ഫലം എന്താണെന്നറിയാതെ കർമ്മം ചെയ്യുന്ന ഒരു ശുദ്ധമണ്ഡനല്ല. ഫലം എന്താണെന്ന് ചിന്തിക്കാതെ കർമ്മം ചെയ്യുന്നവൻ മൂർഖനാണ്. പക്ഷെ കർമ്മയോഗി അങ്ങനെയല്ല. ഫലം എന്താണെന്ന് അറിയുന്നു, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കർമ്മം ചെയ്യുന്നത്. അറിയുന്നത് വേറെ, ആഗ്രഹിക്കുന്നത് വേറെ. പക്ഷെ അയാൾക്ക് അതിനോട് തൃഷ്ണയില്ല. എന്തുകൊണ്ട്? ലൗകികമായ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അയാൾക്കറിയാം ഇന്ന പ്രവൃത്തി ചെയ്താൽ ഇന്ന ഫലമാണ്. സാമാന്യമായിട്ടുള്ള അറിവ്. ഈശ്വരനുള്ള അറിവില്ല ജീവന് സാമാന്യമായിട്ടുള്ള അറിവ്. കാര്യകാരണ ബദ്ധമായി ചിന്തിക്കുന്ന ഒരു ജീവന്, യുക്തിബോധത്തോടുകൂടി ചിന്തിക്കുന്ന ഒരു ജീവനറിയാം ഇന്ന പ്രവൃത്തി ചെയ്താൽ ഇന്ന ഫലം ഉണ്ടാകും. എങ്ങനെ? പാകം ചെയ്താൽ അന്നം ഉണ്ടാകും. അതറിയാം. അപ്പോൾ ആ അറിവ് മതി ഒരു കർമ്മയോഗിക്ക് കർമ്മ അനുഷ്ഠിക്കുന്നതിന്. ആഗ്രഹം വേണ്ട. ആ ഫലത്തോടുള്ള തൃഷ്ണ അല്ലെങ്കിൽ ആഗ്രഹം, അതാണ് അയാളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നത്. അതായത് മനസ്സിൽ സുഖദുഃഖങ്ങളെ ഉണ്ടാക്കുന്നത്. എന്തുകൊണ്ട്?
അയാൾ ഫലത്തെ ആഗ്രഹിക്കുന്നു, ഫലത്തോടെ അയാൾക്ക് തൃഷ്ണ വരുന്നു. ആ ഫലം അനുകൂലമായി വന്നാൽ ആ തൃഷ്ണയിരിക്കുക, അനുകൂലമായി വന്നു കഴിഞ്ഞാൽ ഫലപ്രാപ്തിയിൽ അയാൾ സന്തോഷിക്കും. എത്രമാത്രം സന്തോഷിക്കാമോ അത്രമാത്രം സന്തോഷിക്കും. അപ്പം ഫലത്തിൽ ആഗ്രഹമുള്ളതുകൊണ്ട് ആ ഫലം പ്രതികൂലമായി വന്നു കഴിഞ്ഞാൽ ആഗ്രഹത്തിന് തടസ്സം വരുന്നു, ഇച്ഛാഭംഗം വരുന്നു, അയാൾ ദുഃഖിക്കുന്നു. അപ്പോൾ ഈ വരുന്ന സുഖവും ദുഃഖവും മനസ്സിന്റെ സമത്വത്തെ ഭംഗപ്പെടുത്തും. അതാണ് സാധാരണ കർമ്മിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അയാൾ പ്രവർത്തിക്കുമ്പോൾ അയാൾ ഫലത്തെ അറിയുന്നു, ഫലത്തെ ആഗ്രഹിക്കുന്നു. അനുകൂലമാകുമ്പോൾ സന്തോഷിക്കുന്നു, പ്രതികൂലമാകുമ്പോൾ ദുഃഖിക്കുന്നു. കർമ്മയോഗിയാണെങ്കിലോ അയാൾക്ക് ഫലത്തെ അറിയാം, പക്ഷേ അയാൾ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ട്? ഫലം ഉണ്ടാകുന്നതിന് ആഗ്രഹം കാരണമല്ല, ആ തത്വം അയാൾക്കറിയാം. മറിച്ച് ആഗ്രഹം അനുകൂല പ്രതികൂല ഭാവങ്ങളെ മനസ്സിലുണ്ടാക്കും, സുഖദുഃഖത്തിന് കാരണമാകുന്നു. അതുകൊണ്ട് കർമ്മം അനുഷ്ഠിക്കുന്ന ഒരു കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം കർമ്മതത്വം ഗ്രഹിച്ചാൽ മാത്രം മതി. അവിടെ ഇച്ഛ കാരണമല്ല. ഇപ്പോൾ പൊതുവായി ഒരു തത്വത്തെക്കുറിച്ച് നമ്മൾ പറയല്ലോ, അറിയുന്നു, ആഗ്രഹിക്കുന്നു, പ്രവർത്തിക്കുന്നു. അപ്പോൾ കർമ്മയോഗിയിൽ ഈ തത്വം പ്രാവർത്തികമാകത്തില്ലേ എന്ന് സംശയിക്കും. ചിന്തിക്കുന്നവർക്ക് അല്ലാത്തവർക്ക് ഒരു സംശയമില്ല. കർമ്മയോഗിയിൽ ഈ തത്വം പ്രാവർത്തികമാണ്. പക്ഷെ കർമ്മയോഗിയുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഫലത്തെക്കുറിച്ചുള്ള ആഗ്രഹമല്ല. കർമ്മയോഗിക്ക് പലതരത്തിൽ ആഗ്രഹങ്ങളാണ്. കർമ്മനിഷ്ഠയിലുള്ള ആഗ്രഹം കാണും, ഈശ്വരപ്രസാദം ആഗ്രഹിക്കും. അതെല്ലാം കർമ്മയോഗിക്ക് ആഗ്രഹങ്ങൾ കാണും. അതെല്ലാമാണ് കർമ്മയോഗിയെ കർമ്മനിഷ്ഠനാക്കുന്നത്, അല്ല ഫലാഗ്രഹമല്ല. അത്തരം ആഗ്രഹങ്ങൾ പോലും പാടില്ല എന്ന് ഇനി പറയും. കർമ്മയോഗത്തിന്റെ പുരോഗതിയിൽ ഈശ്വരപ്രസാദം പോലും ആഗ്രഹിക്കാൻ പാടില്ല എന്ന് ഇനി പറയും. ഇനി വരുന്ന ഭാഷ്യഭാഗത്ത് പറയും. അതവിടെ വരുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. കർമ്മയോഗത്തിന്റെ പ്രവേശിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇതൊക്കെ ആഗ്രഹിച്ചുകൊണ്ടാണ്. ചിത്തശുദ്ധി ആഗ്രഹിക്കുന്നു, ജ്ഞാനപ്രാപ്തി ആഗ്രഹിക്കുന്നു, മുമുക്ഷുത്വം അയാളുണ്ട്, മോക്ഷത്തെ ആഗ്രഹിക്കുന്നു. അങ്ങനെ പല ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം ആഗ്രഹങ്ങൾ മതി കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം കർമ്മത്തിൽ പ്രവർത്തിക്കുന്നതിന്. അവിടെ ഫലത്തിന്റെ ആഗ്രഹം വേണ്ട. അതുകൊണ്ട് പെട്ടെന്നൊരു ചോദ്യം വരുന്നത് എന്താണ്? ഫലാഗ്രഹം കൂടാതെ ഒരാൾക്ക് പ്രവർത്തിക്കാൻ കഴിയുമോ? കഴിയും. അത് ആർക്ക് കഴിയും? കർമ്മയോഗിക്ക് കഴിയത്തുള്ളൂ. സാധാരണ ഒരു കർമ്മിയുടെ നിലയിൽ നിന്നുകൊണ്ട് അത് സാധ്യമല്ല. ഫല ആഗ്രഹമാണ് സാധാരണ കർമ്മിയെ കർമ്മത്തിൽ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം ഫലാഗ്രഹമല്ല. അപ്പോൾ ഈ കർമ്മത്തിന്റെ ഫലങ്ങൾ അനന്തമാണ് പറഞ്ഞു. ദുഷ്ടമായ ഫലങ്ങൾ, അദുഷ്ടമായ ഫലങ്ങൾ, മുഖ്യഫലം, ഗൗണഫലം, ഇങ്ങനെ അനന്തമായ ഫലങ്ങളാണ്. നമ്മളത് മുമ്പൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. പാകം എന്നുള്ള ഉദാഹരണം തന്നെ എടുത്തു കഴിഞ്ഞു. അപ്പോൾ സാധാരണ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ കർമ്മത്തെ സംബന്ധിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഫലങ്ങൾ നമ്മൾ ആഗ്രഹിച്ചു പോകും. ആഗ്രഹിക്കാതെ നമ്മൾ കർമ്മം ചെയ്യുന്നില്ല. പിന്നെ കർമ്മത്തെ സംബന്ധിച്ച് മുഖ്യമായൊരു കാര്യം, ആ കർമ്മ സ്വധർമ്മമായിരിക്കണം. സ്വധർമ്മം എന്ന് പറയുമ്പോൾ സത്കർമ്മം തന്നെ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ സത്കർമ്മം ചെയ്യുന്നതെല്ലാം കർമ്മയോഗം ആകുന്നില്ല. അതും പറഞ്ഞു, നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. ഈശ്വരബോധം കൂടാതെ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അത് കർമ്മബോധം ആകത്തില്ല, അത് കർമ്മയോഗം ആകത്തില്ല. പരോപകാരാർത്ഥം കർമ്മം ചെയ്യുന്നു, അതുകൊണ്ട് മാത്രം, പരോപകാരാർത്ഥം കർമ്മം ചെയ്യരുതെന്നുള്ളതല്ല, പരോപകാരം കർമ്മം ചെയ്യുന്നതുകൊണ്ട് മാത്രം അത് കർമ്മയോഗം ആകുന്നില്ല. ഒരു ഉദാഹരണം പറഞ്ഞ, ഇപ്പം നമ്മൾ വീട് വയ്ക്കുന്നു. സാധാരണ മനുഷ്യരെല്ലാം വീട് വയ്ക്കുന്നത് അവനവന് വേണ്ടിയിട്ടാണ്, അവനവന് കയറി താമസിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വീട് വയ്ക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്. വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്നു. സത്കർമ്മമാണ്, പുണ്യകർമ്മമാണ്. അപ്പം നമ്മളങ്ങനെ ഒരു കർമ്മം ചെയ്യുന്നത് കൊണ്ട് മാത്രം അത് കർമ്മയോഗം ആകത്തില്ല. മറ്റുള്ളവർക്ക് വീട് വെച്ച് കൊടുക്കുന്നത് കൊണ്ട്
ഞാൻ കർമ്മയോഗം ചെയ്യുകയാണ്, അതുകൊണ്ട് മാത്രം ആർക്കും അവകാശപ്പെടാൻ പറ്റത്തില്ല, ഞാൻ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കർമ്മയോഗം ആകത്തില്ല. എന്നുവെച്ചാൽ അതൊരു സത്കർമ്മമാകാതിരിക്കുന്നില്ല, പുണ്യകർമ്മം തന്നെയാണ്. പക്ഷെ കർമ്മയോഗം ആവണമെങ്കിൽ എന്ത് വേണം? ആ കർമ്മം ചെയ്യുന്നവൻ ഈ തത്വത്തെ ഗ്രഹിച്ചിരിക്കണം. കർമ്മയോഗത്തെക്കുറിച്ച് ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ഈ തത്വത്തെ ഗ്രഹിച്ചിട്ട് കർമ്മം ചെയ്താലേ കർമ്മയോഗമാകത്തുള്ളൂ. അപ്പൊ ഇതുവരെ ചെയ്തതെല്ലാം പാഴിലായോ? ഇതായിട്ടില്ല. അതുകൊണ്ട് പുണ്യം ഉണ്ടായിട്ടുണ്ട്. അതൊന്നും പാഴിലായിട്ടില്ല, അത് പുണ്യം തന്നെ. അതിന് സ്വല്പമൊക്കെ അസ്യ ധർമ്മസ്യ നേരത്തെ ചർച്ച ചെയ്തതാണ്. ഇത് ഏതെങ്കിലും ഒരു അംശത്തിൽ, കാരണം അങ്ങനെ കർമ്മം ചെയ്യുന്നിടത്ത് ഒരു നിസ്വാർത്ഥതയുടെ അംശമുണ്ട്. ആ കർമ്മം ചെയ്യുന്നത് തനിക്ക് വേണ്ടിയിട്ടല്ല, അവിടെ ആ നിസ്വാർത്ഥതയുടെ അംശമുണ്ട്. സ്വല്പമൊക്കെ അസ്യ ധർമ്മസ്യ എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. ആ ധർമ്മവും ത്രായതേ മഹതോ ഭയ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനെ ആരും കർമ്മയോഗം എന്ന് പേര് വിളിച്ചളയരുത്, അങ്ങനെ പറയരുത്. കർമ്മയോഗം ആകണമെങ്കിൽ എന്ത് വേണം? ഈ കർമ്മതത്വത്തെ ശരിക്കറിയണം. ബുദ്ധിയുക്തനായി കർമ്മം ചെയ്യണം. അതാണ് പ്രധാനമായിട്ടുള്ളത്. ഭഗവാൻ ഇവിടെ പറഞ്ഞു തരുന്ന ഒരു ബോധമുണ്ട്, കർമ്മയോഗിക്ക് വേണ്ടതായ ബോധം. ആ ബോധത്തോടുകൂടി കർമ്മം ചെയ്താലേ കർമ്മയോഗം ആകത്തുള്ളൂ. എന്ന് പറയുമ്പോൾ കർമ്മയോഗം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അത്ര നിസാരമായി ലാഘവമായി കൈകാര്യം ചെയ്യാമെന്നുള്ളൊരു വിഷയമല്ല. അതിന്റെ ഹേതു, സ്വരൂപം, ഫലം, ഇതിന്റെ എല്ലാം ശരിയായ രീതിയിൽ ബോധം ഉണ്ടായാലേ ഒരാൾക്ക് കർമ്മത്തിൽ യോഗത്തെ കൊണ്ടുവരാൻ പറ്റും. ഇല്ലെങ്കിൽ അത് കേവലമായ സത്കർമ്മമാവും. കേവല സത്കർമ്മം, പുണ്യം ഉണ്ടാകുന്ന കർമ്മം. അപ്പോ നമ്മൾ ചെയ്യുന്ന കർമ്മം മനുഷ്യർക്ക് ഉപകാരപ്പെടുന്നു, ഒരുപാട് സാധുക്കൾക്ക് പ്രയോജനപ്പെടുന്നു, അതെല്ലാം അതിന്റെ പുണ്യത്തെ നൽകുന്ന വശങ്ങളാണ്. അതൊക്കെ അതിന്റെ നന്മയുടെ വശങ്ങളാണ്. അതെല്ലാം ശരി തന്നെ. അതൊക്കെ ശരിയാകുന്ന ഇവിടെ ലൗകികമായ ദൃഷ്ടി. പക്ഷേ ഇവിടെ ആധ്യാത്മികമായ ദൃഷ്ടിയിൽ അത് പോരാ. അതിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ആന്തരികമായി പുരോഗമിക്കണം. ഭഗവാൻ പറയുന്ന ഈ ബുദ്ധിയുക്തനായി കർമ്മം ചെയ്യും. ഇവിടെ പറയും യോഗയുക്തനായി, യോഗയുക്തോ ഭവാർജുന, യോഗയുക്തനായി പ്രവർത്തിക്കണം, സ്വധർമ്മത്തെ അനുഷ്ഠിക്കും. ഭാഷ്യകാരൻ പറയും വിവേക വിജ്ഞാനത്തോടുകൂടിയവനായി പ്രവർത്തിക്കണം, എന്നാലേ അത് കർമ്മയോഗമാകത്തുള്ളൂ. മാ ഫലേഷു കഥാചന, ഫലത്തിൽ നിനക്ക് അധികാരമില്ല, സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്നതിന്റെ താല്പര്യം മനസ്സിലാക്കണം. ഈ ഗീതയിലെ ശ്ലോകം വളരെ പ്രസിദ്ധമാണ്. അറിയാത്ത ആരുമില്ല, ചൊല്ലാറുണ്ട്. പക്ഷെ അതിന്റെ താല്പര്യം മനസ്സിലാക്കി ചൊല്ലുന്നവർ വിരളമാണ്, കുറച്ചേ ഉള്ളൂ. അതിന്റെ താല്പര്യം മനസ്സിലാക്കിയാലേ ഈ പറയുന്ന കാര്യം അനുഷ്ഠിക്കാനും പറ്റും. അല്ലാതെ കർമ്മയോഗം അനുഷ്ഠിക്കാൻ പറ്റത്തില്ല. അപ്പൊ ചിലർ ചിന്തിക്കും, ഞാൻ ഭക്തനാണ്, എനിക്ക് ഈശ്വരഭക്തിയുണ്ട്, അപ്പോൾ എനിക്കിത് ആവശ്യമുണ്ടോ കർമ്മയോഗം? അങ്ങനെ ചിന്തിക്കും. ഈശ്വരഭക്തിയുള്ള ആളിന് ഇതിന്റെ ആവശ്യമുണ്ടോ എന്നാണ്. അപ്പൊ ഈ ഭക്തൻ എന്ന് പറയുന്നതിനെ പലരും ഒരു ലേബലായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഭക്തൻ എന്ന് പറയുന്ന ലേബൽ നെറ്റിയിലൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ആവശ്യമില്ലെന്നാണ്. അങ്ങനെയാണെങ്കിൽ അത് ശരിയാണ്. പക്ഷെ ഈ ഭക്തി എന്ന് പറയുന്ന ഒരു ലേബലല്ല. ഭക്തി എന്ന് പറയുന്നത് ഈ കർമ്മയോഗത്തെ സംബന്ധിച്ചിടത്തോളം
വലിയ അപകടമില്ല. കാരണം ഒരാൾ പറയുന്നു ഞാൻ കർമ്മയോഗം ചെയ്യുന്നു എന്ന് പറയുന്നു. അയാൾ ചെയ്യുന്നത് ഒരുപക്ഷെ കർമ്മയോഗം ആകുന്നില്ല എങ്കിലും അതിന് അപകടമില്ല. കാരണം അയാൾക്ക് കർമ്മയോഗത്തെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് അയാളത് ചെയ്യാത്തത്. അയാളുടെ കുറ്റമല്ല, അയാൾക്ക് അറിയത്തില്ല. അയാൾ അറിയാൻ ശ്രമിച്ചില്ല, അറിയുന്നില്ല. അയാൾ കർമ്മം ചെയ്യുന്നു, അയാൾ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നു. എന്നിട്ട് വിചാരിക്കുന്നു എന്താണോ ഇത് കർമ്മയോഗമാണെന്ന് വിചാരിക്കുന്നു. അത്രയും അപകടമുള്ള കാര്യമില്ല. ഏറ്റവും വലിയ അപകടമുള്ളത് ഭക്തിയാണ് എന്റെ അഭിപ്രായത്തിൽ. കാരണം ഈ ഭക്തിയിലാണ് ഏറ്റവും കൂടുതൽ അഭിനയങ്ങളുള്ളത്, ഏറ്റവും കൂടുതൽ കാപട്യമുള്ളത് ഭക്തിയിലാണ്. കാരണം നമ്മൾ പലപ്പോഴും ഭക്തരാണെന്ന് ഭാവിക്കുകയാണ്. അത്രയും അപകടം ജ്ഞാനത്തിലോ, സാധാരണ ആൾക്കാർ പറയും ജ്ഞാനത്തിലും കർമ്മത്തിലും ഒക്കെയാണ് അപകടമുള്ളത്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള അങ്ങനെ ഏറ്റവും വലിയ അപകടം, കാരണം ഏറ്റവും കൂടുതൽ നാട്യങ്ങളും ഏറ്റവും കൂടുതൽ അഭിനയങ്ങളും ഒക്കെ വേണ്ടി വരുന്ന ഭക്തിയിലാണ്. ഹൃദയം കൊണ്ട് ഭക്തിയില്ലെങ്കിൽ ഒരാൾക്ക് ഭക്തനായിട്ട് അഭിനയിക്കാം. അത്തരം അഭിനയം ഈ ജ്ഞാനത്തിനും ഇതിലൊന്നും പറ്റത്തില്ല. കാരണം എന്തെങ്കിലും അനാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ ആൾക്കാർ കഴുത്തിന് പിടിക്കും, അബദ്ധം പറഞ്ഞാൽ ഉടൻ ചോദിക്കും താൻ എന്താ പറഞ്ഞത്. ഭക്തിയാകുമ്പോൾ ആർക്കും ചോദ്യം ചെയ്യാൻ ഒക്കത്തില്ല. തൊഴിലും നമസ്കാരവും പരിപാടികളുമായിട്ട് ഇങ്ങനെ അങ്ങ് പോയാൽ മതി, ആർക്കും തിരിച്ചറിയാൻ ഒക്കത്തില്ല. മറ്റേടൊന്നും അത് പറ്റത്തില്ല. കർമ്മയോഗം എന്ന് വെച്ചാൽ അവിടെ പ്രവർത്തിക്കണം, മറ്റുള്ളവർ നോക്കും. മറ്റിടത്ത് അതിന്റെ ആവശ്യമില്ല. ഭക്തനാണെന്ന് പറഞ്ഞാൽ എവിടെയും രക്ഷപ്പെടാം. അവിടെ ഏറ്റവും അപകടം പിടിച്ച കാര്യം ഈ ഭക്തിയാണ്. അപ്പൊ ഭക്തൻ ഇത് വേണോ? കർമ്മയോഗത്തിന്റെ ആവശ്യമുണ്ടോ? അപ്പോൾ ഈ കർമ്മയോഗത്തിലെ ഏറ്റവും മുഖ്യമായ ഘടകം എന്ന് പറയുന്ന ഭക്തിയാണ്, ഈശ്വരസ്മരണം. ഭക്തിയില്ലാത്തവന് കർമ്മയോഗം അസാധ്യമാണ്. അതുകൊണ്ടാണ് ഈശ്വരവിശ്വാസം ഇല്ലാത്തവന് കർമ്മയോഗം അനുഷ്ഠിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഇവിടെയും പല ഭാഗങ്ങളിലും പറയും. ഭാഷ്യകാരൻ ആവർത്തിച്ച് പറയും. ഭഗവാൻ എത്രയോ ഭാഗത്ത് പറയുന്നു, മാം അനുസ്മര, എന്നെ അനുസ്മരിക്കുക, നിന്റെ കർമ്മം ചെയ്യുക. നിരന്തരമായ ഈശ്വരസ്മരണം, അതാണ് ഭക്തി. നമുക്ക് മനസ്സിലാകുന്നുള്ള ഭക്തി. പിന്നെ മനസ്സിലാകാത്ത ഭക്തികൾ പലതുമുണ്ട്. തൽക്കാലം അങ്ങോട്ട് കിടക്കണ്ട. മനസ്സിലാകാവുന്നുള്ള ഭക്തി എന്ന് പറയുന്നതാണ് ഈശ്വരസ്മരണം. അപ്പൊ ഈശ്വരസ്മരണയോടുകൂടിയാണ് കർമ്മയോഗി കർമ്മം ചെയ്യേണ്ടത്. സ്വന്തം അഹന്തയെ, സ്വന്തം കഴിവുകളെ, അല്ലെങ്കിൽ കർമ്മഫലത്തെ, തനിക്ക് വരാൻ പോകുന്ന നേട്ടങ്ങളെ, ഇതിനെയൊന്നും അനുസ്മരിച്ചുകൊണ്ടല്ല, ഈശ്വരനെ അനുസ്മരിച്ചുകൊണ്ട് പരമാവധി കർമ്മയോഗിക്ക് ആഗ്രഹിക്കാവുന്നുള്ളത് എന്താണ്? ഈശ്വരപ്രീതി. അതും ആഗ്രഹിക്കാതിരുന്നാൽ അത് ഏറ്റവും ശ്രേഷ്ഠമായി. പക്ഷെ പരമാവധി അതുവരെ അയാൾക്ക് ആഗ്രഹിക്കാം, ഈശ്വരപ്രസാദം. അപ്പോൾ കർമ്മയോഗിയാണ് ഏറ്റവും വലിയ ഭക്തൻ. ശരിയായ കർമ്മയോഗവും ശരിയായ ഭക്തി നിഷ്ഠയും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. അപ്പോൾ ഒരു ഭക്തന്റെ ബാഹ്യ ആചരണമാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു കർമ്മയോഗിയുടെ ആന്തരിക ഭാവമാണ് ഭക്തി. അത് രണ്ടും ഒന്നിക്കുന്നു. അതുകൊണ്ട് ഇതിനെ രണ്ടിനെയും രണ്ടായി കാണാൻ പാടില്ല. ഇതിനെ സമന്വയിപ്പിച്ചിട്ടാണ് ഗീതയിൽ പറയുന്നത്. ഈശ്വരസ്മരണ എന്നിവിടെ പറയുന്നു, അവിടെ ഭക്തിയുണ്ട്, യഥാർത്ഥമായിട്ടുള്ള ഭക്തി അവിടെയുണ്ട്. അത് കർമ്മയോഗത്തിൽ മാറ്റി നിർത്താൻ വയ്യാത്തതാണ്. ഒരുവനെ ഫലത്തെക്കുറിച്ച് ആഗ്രഹം കൂടാതെ കർമ്മത്തിൽ പ്രേരിപ്പിക്കുന്നതും ആ ഈശ്വരസ്മരണയാണ്. അല്ലെങ്കിൽ ഒരാൾക്ക്, കാരണം നേരത്തെ പറഞ്ഞല്ലോ, ജ്ഞാനിയുടെ ജ്ഞാനഫലത്തിൽ എല്ലാ കർമ്മഫലങ്ങളും അന്തർഭവിച്ചിരിക്കുന്നു. അപ്പോൾ തുച്ഛമായ കാര്യങ്ങളിൽ പിടിച്ചു നിൽക്കുന്ന സ്വഭാവമാണ് മനസ്സിനുള്ളത്. തുച്ഛമായ കർമ്മഫലങ്ങളിലാണ് മനസ്സെപ്പോഴും ചേർന്ന് നിൽക്കുന്നത്. അതിനെ വിടണമെന്നുണ്ടെങ്കിൽ മനസ്സിന് അതിനേക്കാൾ വലിയൊരു ഫലത്തെ കാണിച്ചു കൊടുക്കണം.
അപ്പോൾ തുച്ഛമായ കർമ്മഫലങ്ങളെക്കാളും ശ്രേഷ്ഠമായ തുച്ഛമായ ഫലചിന്തയെക്കാളും ശ്രേഷ്ഠമായ ഈശ്വരചിന്ത അത് മനസ്സിന് കൊടുക്കുമ്പോൾ മാത്രമേ മനസ്സിന് ഈ ഫലചിന്തയിൽ നിന്ന് വിടാൻ പറ്റൂ. ഈ ഫലചിന്ത എന്ന് പറയുമ്പോൾ അത് സ്വർഗഫലം അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. നമ്മൾ സ്വർഗത്തിന് വേണ്ടിയൊന്നും പ്രവർത്തിക്കുന്നില്ല. നമ്മൾ ചെയ്യുന്നത് ലൗകിക കർമ്മങ്ങളാണ്. ഈ ലൗകിക കർമ്മങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുപാട് ഫലങ്ങളുണ്ട്. ആ ഫലങ്ങൾ ഇപ്പൊ രണ്ടുപേര് രണ്ട് വീട് വയ്ക്കാൻ ഏൽപ്പിച്ചു വന്നിരിക്കട്ടെ. അപ്പോൾ ഒരാൾ വിചാരിക്കും മറ്റവന്റെ വീട് കുറച്ച് മോശമാവണം, എന്നാലേ എന്റെ വീട് നന്നാകത്തുള്ളൂ. നമ്മൾ ആഗ്രഹിച്ചു. അപ്പം നമ്മുടെ വീട് നന്നാകണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം തോന്നുന്നു മറ്റവന്റെ ശകലം മോശം ആയാലും കുഴപ്പമില്ല. ഫലചിന്ത അങ്ങനെ പോകും. ഫലത്തെക്കുറിച്ച് വരുന്ന ചിന്ത, മറ്റുള്ളവരുടെ അംഗീകാരം, അത് നമ്മളൊരു പ്രവൃത്തി നല്ലവണ്ണം ചെയ്തു കഴിയുമ്പോൾ നല്ലൊരു വീട് വെച്ച് അതിൽ നിന്ന് കുറച്ച് മാറി നോക്കിയെന്ന് അഭിമാനിക്കുക, ഇത് ഞാൻ വെച്ച വീടാണ്, ഒരഭിമാനം തോന്നിപ്പോകും. ഫലചിന്ത ഇങ്ങനെ പല വഴി കൂടെ കടന്നു പോകും. തന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് തനിക്ക് തന്നെ കാര്യമായ മതിപ്പ് തോന്നുക, കൊള്ളാം, തിരക്കേടില്ല, മോശക്കാരനല്ല. ഫലചിന്ത അങ്ങനെ പോകും. പിന്നെ ഇനി ഇത് ശരി, നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? നിസ്വാർത്ഥമായി മറ്റൊരാൾക്ക് വേണ്ടി വീട് വെച്ചു കൊടുത്തു. പറയുന്ന നിസ്വാർത്ഥതയൊന്നുമില്ല. കാരണം ഈ വീട് വെച്ചു കൊടുക്കുന്നതുകൊണ്ട് തനിക്ക് കിട്ടുന്ന അംഗീകാരം, ബഹുമതി, മറ്റുള്ളവർ, നമ്മുടെ കൂടെ കഴിയുന്നവർ തന്നെ പറയും 20,000 രൂപയുടെ ബഡ്ജറ്റായിരുന്നു 10,000 രൂപയിൽ തീർത്തു കൊടുത്തു. അത് അയാളുടെ കഴിവാണ്. ഇത്ര അധ്വാനിച്ച്. അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ മനസ്സിന് വരുന്നൊരു സന്തോഷം. ഇതൊക്കെ നമ്മുടെ കർമ്മഫലമായി നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. മറ്റുള്ളവർ സ്തുതിക്കുമ്പോൾ ഒരു സന്തോഷം വരും, തന്റെ സാമർഥ്യത്തെക്കുറിച്ച്, തന്റെ മിടുക്കിനെക്കുറിച്ച്. ഇത് മാത്രമല്ല, അങ്ങനെ പല വീടുകൾ വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഉയർന്ന സ്ഥാനങ്ങളൊക്കെ കിട്ടും. പിന്നെ അതിലും വലിയ സ്ഥാനമാനങ്ങൾ. ഇങ്ങനെ പോകും കർമ്മഫലത്തെക്കുറിച്ചുള്ള സാധാരണ മനുഷ്യന്റെ ചിന്ത. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ആർക്കും അതിന്റെ പേരിൽ എന്നോട് വിദ്വേഷമൊന്നും മനസ്സിലാവുന്ന ഭാഷയിൽ ചിലപ്പോൾ കാര്യങ്ങൾ പറയുമ്പോൾ ആരുടെയെങ്കിലും ഉള്ളിൽ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് വിട്ടുകളയുക. അപ്പോൾ ഇതൊക്കെ സാധാരണ കർമ്മം ചെയ്യുന്നവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ പറയുമല്ലോ, ആ പ്രവൃത്തി ചെയ്തതിലുള്ള ഒരു സംതൃപ്തി, അല്ലെങ്കിൽ ആ പ്രവൃത്തിക്ക് സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന അംഗീകാരം, അല്ലെങ്കിൽ ആ പ്രവൃത്തി കൊണ്ട് നമുക്കുണ്ടാകുന്നു മറ്റ് ഫലങ്ങൾ, അതിനാണ് കീർത്തി, സ്ഥാനമാനങ്ങൾ, ഇതൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടെയൊന്നും വാസ്തവത്തിൽ നമ്മുടെ നിസ്വാർത്ഥത ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. ഇതെല്ലാം തന്റെ സ്വാർത്ഥതയാണ്. പക്ഷേ അതിന് നിസ്വാർത്ഥത എന്ന് പറയുന്ന ഒരു അംശത്തിലേ ഉള്ളൂ. എന്താണ്? ആ വീട്ടിൽ നമ്മൾ കയറി താമസിച്ച് കളയുന്നില്ല, അത് നിസ്വാർത്ഥമാണ്. അത്രയും പുണ്യമുണ്ട് തീർച്ചയായിട്ടും. ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴോ ഈ പ്രവൃത്തിയിലൊന്നും കർമ്മയോഗം വരുന്നില്ല. എന്തുകൊണ്ട്? പല പല തലങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് പോയി നമ്മളറിയാത്ത കർമ്മഫലങ്ങളെ, അല്ലെങ്കിൽ കർമ്മഫലങ്ങളെന്ന് നമ്മൾ ഗണിക്കാത്ത പലതിനെയും നമ്മുടെ മനസ്സ് ഫലമായി സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഒരു കർമ്മയോഗിയിൽ സംഭവിക്കത്തില്ല. അതാണ് കർമ്മിയും കർമ്മയോഗിയും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ഇത്രയൊക്കെ ചെയ്തു എന്ന് അഭിമാനിക്കുന്നതുകൊണ്ട് അതൊരിക്കലും കർമ്മയോഗമാകത്തില്ല. അടുത്തതാണ് പറയുന്നത്, കർമ്മഫല തൃഷ്ണ മാഭൂത് കഥാചന. ഒരു കാരണവശാലും കർമ്മഫലതൃഷ്ണ മനസ്സിലുണ്ടാകാൻ പാടില്ല. ഈ പറഞ്ഞ എല്ലാം തൃഷ്ണകളാണ്. ഉള്ളിലിരിക്കുന്ന
ആഗ്രഹത്തിന്റെ ബഹിസ്ഫുരണമാണത്. ആ പ്രവൃത്തിയിൽ നമുക്ക് അഭിമാനം തോന്നുക, ആ പ്രവൃത്തി നമുക്ക് തോന്നുക, ആ പ്രവൃത്തിയെക്കുറിച്ച് മറ്റുള്ളവർ പ്രശംസിക്കുന്നു, ഇഷ്ടപ്പെടുക, മറ്റുള്ളവർ ആ പ്രവൃത്തിയിൽ ഞാൻ എത്ര ആത്മാർത്ഥമായിട്ടാണ് ഇതൊക്കെ ചെയ്തു തന്നിട്ടും അവരത് മനസ്സിലാക്കുന്നില്ല, അതിനെ വിമർശിക്കുമ്പോൾ അതിൽ ദുഃഖം തോന്നുക, ഇതെല്ലാം ഈ തൃഷ്ണയുടെ ബാഹ്യഭാവങ്ങളാണ്. ഇതൊന്നും കർമ്മയോഗിയിൽ വരാൻ പാടില്ല. എന്നാലേ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കർമ്മയോഗമാകത്തുള്ളൂ. അങ്ങനെ കർമ്മയോഗം ആകണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ കർമ്മത്തെക്കുറിച്ചും ഫലത്തെക്കുറിച്ചും അധികാരിയെക്കുറിച്ചുമുള്ള ശരിയായ ബുദ്ധി, അറിവ് ഉണ്ടാവണം. അങ്ങനെ ബുദ്ധിയുക്തനായി കർമ്മം ചെയ്യണം എന്നാണ്. ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞൊരു കാര്യം, രണ്ടു തരത്തിലുണ്ട്, ലൗകികവും അലൗകികവും. ലൗകികമായ കർമ്മങ്ങളെ സംബന്ധിച്ച് എന്താണ്? ഫലമുണ്ടാകുന്നതിന് ഒരിക്കലും നമ്മുടെ ആഗ്രഹം കാരണമല്ല. പക്ഷെ അലൗകികമായ കർമ്മങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല. അലൗകികമായ കർമ്മങ്ങളെ സംബന്ധിച്ച് ഫലം ഉണ്ടാകുന്നതിന് ആഗ്രഹവും കാരണമാണ്. ആഗ്രഹം കൂടി ഉണ്ടായാലേ ഫലമുണ്ടാവും. ആ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് അറിയാം. അലൗകിക കർമ്മം എന്ന് പറയുമ്പോൾ വൈദിക കർമ്മം, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ആണ് പൂർവമീമാംസ. അവിടെ ഈ വിഷയത്തെക്കുറിച്ച് വളരെ വിശദമായി ഗഹനമായി ജൈമിനിയും കുമാരലഭട്ടനും പ്രഭാകര ഗുരുവെല്ലാം വളരെ വിശദമായി എത്രയോ ആചാര്യന്മാർ ചർച്ച ചെയ്തിരിക്കുന്നു. അപ്പോൾ അവരെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്, അധികാരിയുടെ വിശേഷണമാണ് ചുരുക്കത്തിൽ പറയും കാമന എന്ന് പറഞ്ഞാൽ കർമ്മം, വൈദികമായ യാഗാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവൻ ആ ഫലങ്ങളെ ആഗ്രഹിക്കണം, എന്നാലേ ഫലം ഉണ്ടാകത്തുള്ളൂ. ഇതിനു മുമ്പ് ഇതിനെക്കുറിച്ചൊരു പരാമർശം ഭാഷ്യത്തിൽ വന്നു. ഒരു യാഗം ഒരാൾ അനുഷ്ഠിച്ചു, കാമനയോട് കൂടിയാണ്, പകുതി വഴി വന്നു, അയാളുടെ കാമന നശിച്ചു, പിന്നീട് ആ കർമ്മം അയാൾക്ക് ഫലത്തെ കൊടുക്കുന്നില്ല. അവരുടെ ഒരു വലിയ തത്വമാണ്, വൈദിക കർമ്മങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വലിയ തത്വമാണ്. അപ്പോ ഇതുകൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ആഗ്രഹത്തെ ത്യജിച്ചിട്ട് കർമ്മം ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്? ആ കർമ്മം ഫലത്തെ കൊടുക്കുന്നില്ല. അപ്പോൾ ഈ പറയുന്ന